ഹായ്, ഇന്ന് ബാഗും തൂക്കി പോകുന്നത് 3 മാസത്തെ റിപ്പോർട്ട് അവതരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങി നേരെ ബസ് പിടിച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നല്ല, നെസ്മേൻ്റെ വീട്ടിലേക്കായിട്ട് പോകണം. ഞങ്ങളുടെ കൂടെ നെസ്മയുണ്ട്. നെസ്മയുടെ വയറ് കാണാൻ പോകണമെന്ന് ഞാനും സെമീരയും കുറേ കാലമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ നടക്കാറില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ മാങ്ങ എടുത്തു വെച്ചു, ചക്ക എടുത്തു വെച്ചു, പക്ഷേ അവിടെ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോഴാണ് മുഹൂർത്തം റെഡി ആയത്. അങ്ങനെ ഞങ്ങൾ നെസ്മയുടെ വീട്ടിലേക്ക് കയറുക കേട്ടോ. നെസ്മയുടെ കൂടെയാണ് ഞങ്ങൾ പോയത്, നിങ്ങൾ മറക്കരുത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. അച്ചാറ്, തൈര്, ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി മസാല, ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ അച്ചാറ്. ഉമ്മയുടെ അച്ചാർ ഒരു രക്ഷയില്ല. ഞാൻ ഉമ്മേനെ കുറേ അങ്ങോട്ട് വാഴ്ത്തി പറഞ്ഞു, കാരണം ഞാനൊരു അച്ചാറ് കുട്ടിയാണ്. അങ്ങനെ ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വന്നത്. ഇതാണ് ഫസ്നി, അത് നെസ്മ, ഇത് നമ്മുടെ സെമീരനെ കണ്ട് പരിചയമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഉമ്മേനെ വല്ലാണ്ട് ഞാൻ പൊക്കി പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു ഉമ്മ അടുത്ത അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കൊണ്ടു തന്നോ, കന്നിമാങ്ങ അച്ചാർ. അത് ഞാൻ കടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഫസ്നി, അവൾ കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരണില്ലേ. സത്യമായിട്ടും അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തുടങ്ങി ഞങ്ങളുടെ കഥ പറച്ചിൽ. കുറേ ചിരിച്ചു, കുറേന്ന് പറഞ്ഞാൽ കുറേ. അത് കഴിഞ്ഞ് ഇത് അവിടുത്തെ നെസ്മയുടെ പൂച്ചയാണ് കേട്ടോ. അങ്ങനെ അവളോടൊക്കെ ഭയം പറഞ്ഞു. ബസ്സിന് സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി.